Welcome to Lash Class. BA First Semester English Language Skills for Literatures-ലെ വെൽക്കം ടു ദ വീൽ ചെയർ ഓഫ് ചേഞ്ച് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ദീപ മാലിക് ഈസ് കൺസിഡേർഡ് ആസ് സ്പോർട്സ് ആക്ടിവിസ്റ്റ് മോർ ദാൻ സ്പോർട്സ് പേഴ്സൺ. എക്സ്പ്ലെയിൻ. ദീപ മാലിക്കിനെ ഒരു സ്പോർട്സ് പേഴ്സൺ എന്നതിനേക്കാൾ കൂടുതൽ ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയുന്നത്. ദീപ മാലിക് ഈസ് കൺസിഡേർഡ് ആസ് എ സ്പോർട്സ് ആക്ടിവിസ്റ്റ് ബിക്കോസ് ഓഫ് ഹർ കോൺട്രിബ്യൂഷൻസ് ടു ബ്രിങ് അവെയർനെസ് ആൻഡ് റിഫോം പാരാ സ്പോർട്സ്. അപ്പോൾ ദീപ മാലിക്കിനെ നമ്മളൊരു സ്പോർട്സ് ആക്ടിവിസ്റ്റായിട്ട് കണക്കാക്കുന്നത് പാരാ സ്പോർട്സിൻ്റെ ഫീൽഡിനെ കുറിച്ചിട്ടുള്ള അവെയർനെസ്സും പാരാ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള റിഫോംസ് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടുള്ള ക്യാമ്പയിൻസ് നടത്തിയതിൻ്റെയും പേരിലാണ്. She advocated for improving infrastructure, funding, and opportunities for differently abled athletes rather than limiting her journey to personal success. ദീപ മാലിക് അവരുടെ ഒരു സ്പോർട്സ് കരിയറിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഈ പാരാ സ്പോർട്സ് എന്ന ഫീൽഡിനകത്ത് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറിലും അതുപോലെ തന്നെ ഫണ്ടിങ്ങിലും ഓപ്പർച്യൂണിറ്റീസിലുമെല്ലാം കൊണ്ടുവരേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് അവരെ നമ്മളൊരു സ്പോർട്സ് പേഴ്സൺ എന്നതിനേക്കാൾ ഉപരി ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റായിട്ട് കണക്കാക്കുന്നത്. റൈറ്റ് എനി 2 challenges ഫേസ്ഡ് ബൈ ദീപ മാലിക് ആസ് എ പാരാ അത്ലറ്റ്. ഇനിയൊരു പാരാ അത്ലറ്റ് എന്ന രീതിയിൽ ദീപ മാലിക് നേരിടേണ്ടി വന്നിട്ടുള്ള ഏതെങ്കിലും 2 challenges ആണ് ചോദിക്കുന്നത്. ദീപ മാലിക് ഫേസ്ഡ് challenges such as inadequate infrastructure and a shortage of trained coaches familiar with the needs of para athletes. ഒരു പാരാ അത്ലറ്റ് എന്ന രീതിയിൽ അവർക്ക് കോച്ചിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് അത്ലറ്റ്സിനെ ട്രെയിൻ ചെയ്യുന്നതിൽ കൃത്യമായിട്ട് ധാരണയുള്ള കോച്ചുമാരുടെ കുറവും അവർ നേരിടേണ്ടി വന്നിട്ടുണ്ട്. She also had to overcome social ignorance and the lack of financial support for disabled sports persons. അതുകൂടാതെ തന്നെ സോഷ്യൽ ഇഗ്നോറൻസ്, ഇങ്ങനെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇങ്ങനെ സ്പോർട്സ് ഒന്നും പറ്റില്ല എന്നുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അവർക്കൊരു ചലഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ പാരാ അത്ലറ്റിക്സിൻ്റെ ഫീൽഡിലുള്ള ഫണ്ടിങ്ങിലുള്ള കുറവ് തുടങ്ങിയവയെല്ലാമാണ് അവർ നേരിടുന്ന ചലഞ്ചസ് ആയിട്ട് നമ്മൾ കാണുന്നത്. എക്സ്പ്ലെയിൻ ദി ഇംപ്ലിക്കേഷൻ ഓഫ് ദീപ മാലിക്സ് മിഷൻ എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി. ഇനി ദീപ മാലിക്കിൻ്റെ എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്ന മിഷനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ദ ഫ്രേസ് എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി കൺവേസ് ദാറ്റ് ഡിസബിലിറ്റി ഷുഡ് നോട്ട് ബി സീൻ ആസ് ലിമിറ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫ്രേസ് കൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഡിസബിലിറ്റി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മളെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാവുന്നില്ല എന്ന രീതിയിലാണ്. ഇറ്റ് ഹൈലൈറ്റ്സ് മാലിക്സ് ബിലീഫ് ദാറ്റ് ഇന്നർ സ്ട്രെങ്ത്, ഡിറ്റർമിനേഷൻ ആൻഡ് ടാലൻറ്റ് ക്യാൻ ട്രാൻസെൻഡ് ഫിസിക്കൽ ബാരിയേഴ്സ്. അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ ഒരു ഇന്നർ സ്ട്രെങ്ത്, ഡിറ്റർമിനേഷൻ, നമ്മുടെ ഒരു നിശ്ചയദാർഢ്യവും ആത്മവിശ്വാസവും എല്ലാം ഉണ്ടെങ്കിൽ നമ്മളിലുള്ള ടാലൻറ്റ്, ഇപ്പോൾ നമുക്ക് ചില പരിമിതികൾ ഈ ഒരു ഫിസിക്കൽ ബാരിയർ കൊണ്ട് ഉണ്ടാവുമെങ്കിലും അത് പൂർണ്ണമായിട്ടും നമ്മുടെ കരിയറിനെ പരിമിതപ്പെടുത്തുന്നില്ല. അതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടാലൻറ്റ്സ് എക്സ്പ്രസ് ചെയ്യാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്ന ഫ്രേസ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. How did Deepa Malik contribute to the para-sports community beyond her accomplishments? ഇനി നമ്മൾ ഫസ്റ്റത്തെ ക്വസ്റ്റിന് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വീണ്ടും കാണുന്നത്. ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന രീതിയിലുള്ള അവരുടെ അച്ചീവ്മെൻറ്റ്സിൻ്റെ അപ്പുറത്തേക്ക് പാരാ സ്പോർട്സ് ഫീൽഡിൽ അവർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. ബിയോണ്ട് ഹെർ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് ദീപ മാലിക് വർക്ക് ടു പ്രൊമോട്ട് പാരാ സ്പോർട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സിന് പുറമെ അവർ പാരാ സ്പോർട്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ഷീ അഡ്വക്കേറ്റഡ് ഫോർ ആക്സസിബിലിറ്റി, അവെയർനെസ് ആൻഡ് ഇക്വാലിറ്റി. പാരാ സ്പോർട്സ് അത്ലറ്റ്സിന് മറ്റുള്ള അത്ലറ്റ്സിനെ പോലെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് വേണം, ഫണ്ടിങ് വേണം, അതുപോലെ തന്നെ അവർക്ക് കോച്ചിങ്ങും ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവെയർനെസ് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഷീ ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ആൻ അക്കാഡമി ടു പ്രൊവൈഡ് ബെറ്റർ ട്രെയിനിങ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ആസ്പയറിംഗ് പാരാ അത്ലറ്റ്സ്. ഇതുകൂടാതെ പാരാ അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് അക്കാഡമിയും അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് അവരുടെ പേഴ്സണൽ അച്ചീവ്മെൻറ്റിൻ്റെ അപ്പുറത്തേക്ക് അവർ പാരാ സ്പോർട്സ് ഫീൽഡിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ളത്. ഐഡൻറ്റിഫൈ വേരിയസ് തീംസ് ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ലൈഫ് സ്റ്റോറി ഓഫ് ദീപ മാലിക്. ഇനി ദീപ മാലിക്കിൻ്റെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തീമുകൾ എന്തെല്ലാമെന്നാണ് ചോദിക്കുന്നത്.
The major themes in Deepa Malik's life include resilience, empowerment, inclusivity and social change. അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ സ്റ്റോറിയിൽ നമുക്ക് ഈ എംപവർമെൻറ്റ്, അതുപോലെ തന്നെ റെസീലിയൻസ്, നിശ്ചയദാർഢ്യം, സാമൂഹ്യ മാറ്റം, ആത്മവിശ്വാസം തുടങ്ങിയിട്ടുള്ള തീമുകളാണ് ലഭിക്കുന്നത്. ഹെർ സ്റ്റോറി ഓൾസോ റിഫ്ലക്ട്സ് എ ചലഞ്ച് ടു സ്റ്റീരിയോടൈപ്സ് സറൗണ്ടിങ് ഡിസബിലിറ്റി. ഇതുകൂടാതെ ഡിസബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്റ്റീരിയോ ടൈപ്സ്, അതായത് ഈ ഫിസിക്കലി ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ ലിമിറ്റഡ് ആണ്, അവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള ആ ഒരു സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു തീം കൂടി അവരുടെ സ്റ്റോറിയിൽ നമുക്ക് കാണാം. ഇനി ഇതിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ദീപ മാലിക് റീഡിഫൈൻ സക്സസ്? ദീപ മാലിക് എങ്ങനെയാണ് സക്സസ്സിനെ റീഡിഫൈൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ദീപ മാലിക് റീഡിഫൈൻസ് സക്സസ് ആസ് സംതിങ് ബിയോണ്ട് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്. ദീപ മാലിക് സക്സസ് എന്ന് പറയുന്നത് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല എന്ന രീതിയിലാണ് റീഡിഫൈൻ ചെയ്യുന്നത്. ഫോർ ഹെർ ട്രൂ സക്സസ് ഈസ് മോർ ദാൻ മെഡൽസ് ആൻഡ് റെക്കോർഡ്സ്. അവർക്ക് പേഴ്സണലായിട്ട് ലഭിക്കുന്ന മെഡലുകളോ റെക്കോർഡുകളോ മാത്രമല്ല സക്സസ് എന്നൊരു അഭിപ്രായമാണ് അവർക്കുള്ളത്. ഷീ റിഡിഫൈൻസ് സക്സസ് ആസ് ദി എബിലിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ് പോസിറ്റീവ്ലി. മറ്റുള്ളവരുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനുള്ളൊരു കഴിവിനെയാണ് അവർ സക്സസ് എന്ന രീതിയിൽ കാണുന്നത്. ഷീ ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു ബ്രേക്കിംഗ് സ്റ്റീരിയോ ടൈപ്സ് അബൌട്ട് ഡിസബിലിറ്റി ആൻഡ് ഇൻസ്പയറിംഗ് അതേഴ്സ് ടു ലിവ് വിത്ത് കോൺഫിഡൻസ്. പ്രത്യേകിച്ചും ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ പാരാ അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം കൊടുത്തുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ആയിട്ട് അവർക്ക് വരാൻ വേണ്ടി കഴിയുന്നത്. അത്തരത്തിലാണ് അവർ സക്സസ്സിനെ റീഡിഫൈൻ ചെയ്യുന്നത്. ഹെർ സക്സസ് ഈസ് അബൌട്ട് ഹൗ സൊസൈറ്റി വ്യൂസ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇനി ഇവരെ സംബന്ധിച്ച് സക്സസ് എന്ന് പറയുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിളുമായി ബന്ധപ്പെട്ട സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടാവുന്ന മാറ്റമാണ്. ഷീ പ്രൂവ്ഡ് ദാറ്റ് ഡിറ്റർമിനേഷൻ ഈസ് സ്ട്രോങ്ങർ ദാൻ ഫിസിക്കൽ ലിമിറ്റ്സ്. അവരുടെ ജീവിതം കൊണ്ട് തന്നെ അവർ ഈ ഫിസിക്കൽ ബാരിയേഴ്സിനേക്കാളും വലുതാണ് ഡിറ്റർമിനേഷൻ, ഹാർഡ് വർക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. Through her achievements, she shows that success comes from courage, hard work and a positive attitude. അപ്പോൾ അവരുടെ ഈ ഒരു ജീവിതവും അതുപോലെ തന്നെ ജീവിത വിജയത്തിലൂടെയും അവർ നമുക്ക് സക്സസ് ലഭിക്കുന്നത് ഹാർഡ് വർക്കിലൂടെയും കറേജിലൂടെയും ഡിറ്റർമിനേഷനിലൂടെയും എല്ലാമാണെന്ന് അവർ തെളിയിച്ചിട്ടുണ്ട്. Deepa's idea of success is not just personal victory but also social change. അപ്പോൾ പൊതുവിൽ അവരെ സംബന്ധിച്ചിട്ട് സക്സസ് എന്ന് പറയുന്നത് പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ് മാത്രമല്ല, സൊസൈറ്റിക്ക് നമ്മളുടെ ഇൻഫ്ലുവൻസ് കൊടുക്കുക, നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടാവുക എന്നൊരു കാര്യം കൂടിയാണ് അവർ സക്സസ് എന്ന രീതിയിൽ കണക്കാക്കുന്നത്. Prepare a series of 5 creative questions in order to interview Deepa Malik after she wins a new sports award. ഇത് നമുക്ക് +1 +2 എല്ലാം ഉണ്ടായിരുന്ന പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദീപ മാലിക്കിൻ്റെ അവാർഡ് ലഭിക്കുന്ന സമയത്ത് അവർ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി 5 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. വാട്ട് വാസ് യുവർ ഫസ്റ്റ് തോട്ട് അപ്പോൺ വിന്നിങ് ദിസ് അവാർഡ്? അവർ ഈ അവാർഡ് ലഭിക്കുന്ന സമയത്ത് ആദ്യം മനസ്സിലേക്ക് വന്ന ചിന്ത എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ഹൗ ഡു യു ബാലൻസ് യുവർ റോൾ ആസ് എൻ അത്ലറ്റ് ആൻഡ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്? ഇനി ഒരേ സമയത്ത് ഒരു അത്ലറ്റും അതുപോലെ തന്നെ സോഷ്യൽ ആക്ടിവിസ്റ്റ് എന്ന റോളുകൾ അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. വാട്ട് മെസ്സേജ് വുഡ് യു ലൈക്ക് ടു ഗീവ് ടു യങ് പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്? സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാ ഇൻ്റർവ്യൂവിലും ചോദിക്കാൻ പറ്റുന്നൊരു കാര്യം, സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷന് എന്ത് മെസ്സേജാണ് അവർക്ക് കൊടുക്കാനുള്ളത് എന്ന രീതിയിലൊരു ചോദ്യമാണ്. ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ് വെൻ തിങ്സ് ഗെറ്റ് ഡിഫിക്കൽട്ട്? ഇനി അവർ ജീവിതത്തിൽ ചലഞ്ചസ് ഒക്കെ നേരിടുന്ന സമയത്ത് എങ്ങനെയാണ് അവർക്ക് മോട്ടിവേഷൻ കണ്ടെത്താൻ കഴിയുന്നതെന്ന് ചോദിക്കാം. വാട്ട് ചേഞ്ചസ് ഡു യു ഹോപ്പ് ടു സീ ഇൻ ഇന്ത്യസ് പാരാ സ്പോർട്സ്? ഇനി ഇന്ത്യയുടെ പാരാ സ്പോർട്സ് ഫീൽഡിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് അവർ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു 5 ചോദ്യങ്ങൾ, ഈ പറയുന്ന ചോദ്യങ്ങളല്ല, നമുക്ക് വേറെ ക്രിയേറ്റീവായിട്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബേസിക്കായിട്ട് നമുക്ക് ഫ്യൂച്ചർ ജനറേഷന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, അതുപോലെ തന്നെ പാരാ സ്പോർട്സിനകത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് വരേണ്ടത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യാവുന്നത്. Locate the sentences in the text and prepare a story with a title. ഇനി ദീപ മാലിക്കിൻ്റെ പേഴ്സണൽ സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ട് അവരുടെ സ്റ്റോറി ഒരു ടൈറ്റിലോട് കൂടി ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദീപ മാലിക് ദ വീൽ ഓഫ് ചേഞ്ച്. അപ്പോൾ നമുക്ക് ഒരു ടൈറ്റിൽ എന്ന രീതിയിൽ ദീപ മാലിക് ദ വീൽ ഓഫ് ചേഞ്ച് എന്ന് പറയാം, അതല്ലെങ്കിൽ നമുക്ക് ദ വീൽ ഓഫ് ഹോപ്പ് എന്ന് പറയാം. ആ രീതിയിൽ അവരുടെ ആ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ഐഡൻറ്റിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു ചലഞ്ച്, ഹോപ്പ്, സക്സസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യുന്ന തരത്തിൽ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം. When Deepa Malik lost her legs, people around her thought it was the end of her journey. ദീപ മാലിക്കിന് തൻ്റെ കാലുകൾ നഷ്ടപ്പെടുന്ന സമയത്ത് അവരുടെ ഈ ഒരു ജീവിതയാത്ര അവസാനിച്ചു എന്നാണ് അവരുടെ ചുറ്റുമുള്ള ആളുകൾ കരുതിയത്.
ബട്ട് ഷീ റെഫ്യൂസ് ടു ലോസ് ഹോപ്പ് ആൻഡ് പ്രൂവ്ഡ് ഇറ്റ് വാസ് ഓൺലി ദ ബിഗിനിങ് ഓഫ് ഹർ ജേണി. എന്നാൽ യഥാർത്ഥത്തിൽ അതോടുകൂടിയിട്ട് അവരുടെ ജീവിതയാത്ര ആരംഭിക്കുകയാണ് ചെയ്തതെന്ന് അവർ തെളിയിക്കുകയുണ്ടായി. ഷീ വർക്ക്ഡ് ഹാർഡ് ടു ബിക്കം എ സക്സസ്ഫുൾ അത്ലറ്റ് ആൻഡ് വോൺ മെഡൽസ് ഫോർ ഇന്ത്യ. ഒരു പാരാ അത്ലറ്റ് എന്ന രീതിയിൽ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുകയും ഇന്ത്യക്ക് വേണ്ടി മെഡലുകൾ നേടുകയൊക്കെ ചെയ്തു. ബട്ട് ഫോർ ദീപ സക്സസ് മെൻറ്റ് മോർ ദാൻ പേഴ്സണൽ വിക്ടറി. പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണൽ അച്ചീവ്മെൻറ്റ് മാത്രമായിരുന്നില്ല. ഷീ വാണ്ടഡ് ടു മേക്ക് ഇന്ത്യ എ ബെറ്റർ പ്ലേസ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇന്ത്യയെ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആക്കണം എന്നുള്ളതായിരുന്നു അവരുടെ അൾട്ടിമേറ്റ് എയിമായിട്ട് അവർ പറയുന്നത്. She began to speak up for equal opportunities and better facilities for para athletes. അതിനുശേഷം പാരാ അത്ലറ്റ്സിന് ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസും എല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അവയർനെസ് ക്യാമ്പയിനുകളൊക്കെ അവർ നടത്തി. ഹർ ഡ്രീം ഗ്രൂ ഇൻ ടു എ പ്ലാൻ ടു സ്റ്റാർട്ട് എൻ അക്കാഡമി ദാറ്റ് വുഡ് ട്രെയിൻ ആൻഡ് സപ്പോർട്ട് ദം. അതിനുശേഷം പാരാ അത്ലറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോർട്സ് അക്കാഡമി എന്നുള്ളൊരു ഡ്രീം അവർക്ക് ഉണ്ടാവുകയും അത്തരത്തിൽ ഒരു അക്കാഡമി അവർ സ്ഥാപിക്കുകയും ചെയ്തു. ദീപാസ് കറേജ്, വിഷൻ ആൻഡ് കൈൻഡ്നെസ് ഹാവ് ഇൻസ്പയർഡ് മെനി. അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ ഒരു കറേജ്, വിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷനായി മാറി. ഹെർ ലൈഫ് ഷോസ് ദാറ്റ് ട്രൂ ചേഞ്ചസ് ബിഗിൻ വെൻ വൺ പേഴ്സൺ ഡെയർസ് ടു ബിലീവ് ഇൻ എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി. അപ്പോൾ അവർ തന്നെ പറയുന്നതിനനുസരിച്ചിട്ട് എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്ന രീതിയിൽ തൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് തൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്ന സമയത്താണ് നമുക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ കഴിയുക എന്നുള്ളൊരു സ്റ്റോറിയാണ് അവരുടെ പേഴ്സണൽ ലൈഫിൽ നമ്മൾ കാണുന്നത്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഹൗ ഡസ് ദീപ മാലിക് ഡിസ്കസ് ദ ബാരിയേഴ്സ് ദാറ്റ് ഷീ ഫേസ്ഡ് ആസ് ബോത്ത് എ വുമൺ ആൻഡ് എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി? ഇനി ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്ന രീതിയിലും ഒരു വുമൺ എന്ന രീതിയിലും അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ബാരിയേഴ്സിനെ കുറിച്ച് എങ്ങനെയാണ് ദീപ മാലിക് സംസാരിക്കുന്നത്? Deepa Malik speaks about the multiple barriers she encountered as both a woman and a person with a disability. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂവിനകത്ത് ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്ന രീതിയിലും ഒരു വുമൺ എന്ന രീതിയിലും അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ബാരിയേഴ്സിനെ കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. ഷി റിവീൽസ് ദാറ്റ് സൊസൈറ്റി ഓഫ്റ്റൻ പെർസീവ്ഡ് ഹെർ ത്രൂ ദ ലെൻസ് ഓഫ് വീക്ക്നെസ് ആൻഡ് ഡിപ്പെൻഡൻസ്. അപ്പോൾ സമൂഹം അവരെ വീക്കായിട്ട് ഡിപ്പെൻഡൻ്റ് ആയ രീതിയിൽ കണ്ടിരുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ബാരിയറായിട്ട് അവർ പറയുന്നത്. അതായത് അവർക്ക് മറ്റുള്ളവരെ പോലെ ഇതുപോലെ ഒന്നും ചെയ്യാനൊന്നും സാധിക്കില്ല, ഒരു വീൽ ചെയറിൽ ഒതുങ്ങിക്കൂടി അവർ ജീവിക്കും എന്ന രീതിയിൽ ആളുകൾ അവരെ ഡിസ്കറേജ് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. After becoming paralyzed, she found herself constantly being treated as a patient rather than as an individual capable of achievement. അപ്പോൾ ഈ ഒരു വീൽ ചെയർ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന സമയത്ത് ആളുകളെല്ലാം തന്നെയും അവരെ ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ സഹതാപത്തോടു കൂടി മാത്രം നോക്കിക്കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. As a woman, she also had to challenge the expectation that her life should remain confined with domestic and passive roles. ഇതുകൂടാതെ ഒരു സ്ത്രീ എന്ന രീതിയിൽ പൊതുവിൽ സ്ത്രീകൾക്ക് ഈ ഒരു സ്പോർട്സ് രംഗത്തേക്കൊക്കെ വരുന്നതിന് പല കുടുംബങ്ങളിലും അതുപോലെ തന്നെ പല സമൂഹങ്ങളിലും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വെല്ലുവിളികളും ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ കടന്നു പോവേണ്ടി വരുന്നുണ്ട്. In her discussion, Malik also draws attention to the structural and social limitations that para-athletes continue to face. ഇനി പേഴ്സണലായിട്ട് അവർ നേരിട്ട ചലഞ്ചസിന് പുറമെ പാരാ അത്ലറ്റ്സിന് പൊതുവിൽ സാമൂഹികമായിട്ട് നേരിടുന്ന ചലഞ്ചസിനെ കുറിച്ചിട്ടും അവർ പറയുന്നുണ്ട്. സ്പോർട്സ് ഫെസിലിറ്റീസ് were rarely accessible, financial support was minimal, and coaches lacked the knowledge to train differently abled athletes. അതിൽ പ്രധാനമായിട്ടും ഈ ട്രെയിനിങ് ഫെസിലിറ്റീസ് ലഭ്യമല്ലാതിരിക്കുകയും അതുപോലെ തന്നെ ഫണ്ടിങ്ങിലുള്ള കുറവും കോച്ചസിന് ലഭിക്കാതിരിക്കുന്ന സാഹചര്യവുമെല്ലാമാണ് അവർ പറയുന്നത്. ഷീ ഹൈലൈറ്റ്സ് ഹൗ ദീസ് ഡിഫിക്കൽട്ടീസ് വർ ഇൻറ്റൻസിഫൈഡ് ബൈ ജെൻഡർ ബയാസ്. ഇതുകൂടാതെ ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ്റെ പ്രയാസങ്ങളും അവർ നേരിടേണ്ടി വന്നതായിട്ട് അവർ പറയുന്നു. അതായത് ഇവർക്കിപ്പോൾ എന്താണ് ഈ ഒരു വീൽ ചെയറിൽ വന്നിട്ട് സ്പോർട്സിൽ പങ്കെടുക്കാൻ പോകേണ്ട ആവശ്യം, അടങ്ങി ഒതുങ്ങി വീട്ടിലങ്ങ് ഇരുന്നാൽ പോരെ എന്ന രീതിയിലേക്ക് ആളുകൾ പറയുന്ന രീതിയിലുള്ള ഡിസ്കറേജിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. Malik used these challenges not as reasons for defeat, but as a foundation for her activism. പക്ഷേ ഈ ചലഞ്ചസ് എല്ലാം അവരെ പരാജയത്തിലേക്കല്ല നയിക്കുന്നത്, മറിച്ച് ആക്ടിവിസത്തിലേക്കാണ്. അപ്പോൾ പേഴ്സണലായിട്ട് അവരുടെ അച്ചീവ്മെൻറ്റ് എന്നതിനപ്പുറത്തേക്ക് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരണം എന്ന രീതിയിൽ ഒരു സ്പോർട്സ് ആക്ടിവിസത്തിലേക്ക് അവർ പോകുന്നത് നമ്മൾ കാണുന്നു.
മാലിക്സ് റിഫ്ലക്ഷൻസ് മൂവ് ബിയോണ്ട് പേഴ്സണൽ സ്ട്രഗിൾ ടു എ ബ്രോഡർ സോഷ്യൽ മെസ്സേജ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ ഈ ഒരു പേഴ്സണൽ ചലഞ്ചസിനെ കുറിച്ചിട്ട് അവർ പറയുന്നത് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന രീതിയിലല്ല, മറിച്ച് ഒരു സോഷ്യൽ മെസ്സേജ് എന്ന രീതിയിലാണ് അവർ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നത്. ഷീ ഇൻസിസ്റ്റ് ദാറ്റ് ബാരിയേഴ്സ് ആർ നോട്ട് മെയർലി ഫിസിക്കൽ ബട്ട് ഓൾസോ സൈക്കോളജിക്കൽ. അപ്പോൾ അത്തരത്തിൽ അവർ പറയുന്നത് അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ബാരിയേഴ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഫിസിക്കൽ മാത്രമല്ല, ശാരീരികമായിട്ട് മാത്രമല്ല, മാനസികമായിട്ടും സമൂഹത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായി എന്ന രീതിയിൽ അവർ പറയുന്നു. ഇറ്റ് ഈസ് റൂട്ടഡ് ഇൻ പബ്ലിക് ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ദി ആബ്സെൻസ് ഓഫ് ഇൻക്ലൂസീവ് സിസ്റ്റംസ്. അപ്പോൾ ഇത്തരത്തിൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിളിനോടുള്ള സമൂഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സോഷ്യൽ സ്ട്രക്ചർ വരാത്തതിൻ്റെയൊക്കെ കുറവുകളാണ് അവർ ചലഞ്ചസ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Write a letter to Deepa Malik appreciating her achievements and also convey how her story has inspired your life. ഇനി നമുക്ക് +1 +2 ഉണ്ടായിരുന്ന പോലെ ലെറ്റർ എഴുതാനുള്ള ചോദ്യമാണ് വരുന്നത്. ദീപ മാലിക്കിൻ്റെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഇൻസ്പിറേഷനും ബേസ് ചെയ്തുകൊണ്ട് ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഡിയർ ദീപ മാലിക് മാം, I am writing this letter to express my deep admiration for your achievements and the inspiration you have given to people across the country. അപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ ഈ ഒരു പോയിൻ്റാണ് പറയുന്നത്. നിങ്ങളുടെ അച്ചീവ്മെൻറ്റ്സും അതുപോലെ ഇൻസ്പിറേഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളോടുള്ള നമ്മുടെ ഒരു അഡ്മിറേഷൻ അല്ലെങ്കിൽ ആരാധന പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. Your journey from paralysis to becoming a Paralympic champion is truly remarkable. അപ്പോൾ ഇങ്ങനെ ഒരു പാരാലിസിസ് അല്ലെങ്കിൽ ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ എന്ന രീതിയിൽ നിങ്ങൾ പാരാലിമ്പിക്സ് അല്ലെങ്കിൽ പാരാ അത്ലറ്റിക്സിൻ്റെ ഒളിമ്പിക്സ് ആയിട്ട് വരുന്ന അവിടെ മെഡലൊക്കെ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഈ ഒരു ജീവിതയാത്ര റിമാർക്കബിൾ ആണെന്നൊക്കെ നമ്മൾ പറയുന്നു. യുവർ സ്റ്റോറി ഹാസ് ടോട്ട് മീ ദാറ്റ് ചലഞ്ചസ് ആർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ഡിസ്ഗൈസ്. നിങ്ങളുടെ കഥയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ഓരോ വെല്ലുവിളികളൊക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ എന്ന രീതിയിലാണ്. Whenever I face difficulties, I now remind myself of your courage and determination. ഇപ്പോൾ എനിക്ക് പ്രയാസങ്ങളൊക്കെ നേരിടുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ധൈര്യത്തെക്കുറിച്ചും ഡിറ്റർമിനേഷനെ കുറിച്ചുമെല്ലാം ഞാൻ ഓർക്കുന്നു. യുവർ മെസ്സേജ് ഓഫ് എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി ഹാസ് ഹെൽപ്പ് മീ അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ഹാർഡ് വർക്ക്. ഇതുകൂടാതെ എബിലിറ്റി ബിയോണ്ട് ഡിസബിലിറ്റി എന്നുള്ള നിങ്ങളുടെ വിഷൻ എന്നെ വളരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഓരോ ചലഞ്ചസ് അല്ലെങ്കിൽ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഡിസബിലിറ്റിയിൽ ഫോക്കസ് ചെയ്യാതെ എബിലിറ്റിയിലാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നൊരു മെസ്സേജ് നമുക്കതിന് ലഭിക്കുന്നു. ഐ എം ഓൾസോ ഇൻസ്പയർഡ് ബൈ യുവർ എഫേർട്സ് ടു മേക്ക് ഇന്ത്യ മോർ ഇൻക്ലൂസീവ് ഫോർ പീപ്പിൾ വിത്ത് ഡിസബിലിറ്റീസ്. ഇതുകൂടാതെ ഡിഫറൻ്റ്ലി ഏബിൾഡ് പീപ്പിളിനെ ഇൻക്ലൂസീവായ ഒരു സൊസൈറ്റിയായി ഇന്ത്യയെ മാറ്റുന്നതിനുള്ള നിങ്ങളുടെ എഫേർട്സും എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. The way you combine sportsmanship with social activism is truly admirable. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്പോർട്സ് പേഴ്സൺ എന്ന രീതിക്ക് അപ്പുറത്ത് ഒരു സ്പോർട്സ് ആക്ടിവിസ്റ്റ് എന്ന രീതിയിൽ കൂടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രശംസനീയമാണെന്നൊക്കെ നമ്മൾ പറയുന്നു. യു ഹാവ് പ്രൂവ്ഡ് ദാറ്റ് വൺ പേഴ്സൺസ് വിൽ പവർ ക്യാൻ ബ്രിങ് റിയൽ ചേഞ്ച് ടു സൊസൈറ്റി. അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു വിൽ പവർ കൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്നെല്ലാം നിങ്ങൾ തെളിയിച്ചിരിക്കുന്നു. താങ്ക് യു ദീപ മാം ഫോർ ബീയിങ് എ റോൾ മോഡൽ ആൻഡ് എ സിമ്പിൾ ഓഫ് ഹോപ്പ്. അങ്ങനെ പ്രതീക്ഷയുടെ ഒരു സിമ്പിൾ ആകുന്നതിനും റോൾ മോഡൽ ആകുന്നതിനും നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ലെറ്റർ അവസാനിപ്പിക്കുകയാണ്. യുവർ സ്റ്റോറി എൻകറേജസ് മീ ടു ഫേസ് മൈ ഓൺ സ്ട്രഗിൾസ് വിത്ത് കറേജ് ആൻഡ് നെവർ ഗിവ് അപ്പ് ഓൺ മൈ ഡ്രീംസ്. നിങ്ങളുടെ ഈ ഒരു സ്റ്റോറി എൻ്റെ ചലഞ്ചസിനെ ഇതുപോലെ കറേജോടുകൂടി നേരിടുന്നതിനും എൻ്റെ ഈ ഒരു ഹോപ്പ് നിലനിർത്തുന്നതിനുമൊക്കെ എനിക്ക് ഇൻസ്പിറേഷൻ ആവുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു. അതിനുശേഷം നമ്മൾ വിത്ത് ഡീപ്പ് റെസ്പെക്റ്റ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഒരുപാട് ബഹുമാനത്തോടും നന്ദിയോടും കൂടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേര് നമ്മൾ എഴുതേണ്ടതില്ല, ABC എന്നോ മറ്റൊക്കെ നമ്മൾ എഴുതിയാൽ മതി, നമ്മൾ സാധാരണ +1 +2 ചെയ്യുന്ന പോലെ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.